ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. പാലായിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിത് കാണാൻ വേണ്ടി വന്നതാണ്. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കുന്നതാണ് കയറുന്നത്. അതിൻ്റെ വ്യൂവും കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കാണാൻ വരെ ഉള്ളൂ. നമ്മളെ വണ്ടി ഇതേ ഇവിടെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഇതേ ഗേറ്റാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്നാന്ന് നമുക്കറിയത്തില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്ന് മേലോട്ട് പോകണം. ബാക്കി കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. അണച്ച് ഇവിടം വരെ വരുമ്പോഴത്തേക്ക് ഇത് കുറേ ഇല്ലികളൊക്കെ കാണാം കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വളമാണ്. അത് കഴിയുമ്പോഴത്തേക്കും കൈതത്തോട്ടമാണ്. ഇവിടുന്ന് കുറച്ച് വെള്ളം തോന്നുന്നു. ഇപ്പോൾ കയറ്റത്തെ കഴിയുമ്പോൾ വീഴാൻ തുടങ്ങി. കല്ലുകളൊക്കെ സൂക്ഷിക്കണം. അവിടെ ഇവിടെ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുപ്പിയൊക്കെ കാണാം. ഇങ്ങനെയൊന്നും ആരും വരുമ്പോൾ ഇടരുത് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം കുപ്പികളൊക്കെ നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോയി കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു കൈതത്തോട്ടം കാണാം. ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴും തേടി കണ്ടുപിടിച്ച് വന്നാൽ ബാക്കി വിഷ്വൽസ് കാണാം കേട്ടോ. ഓക്കെ, കൈതത്തോട്ടം വഴി വന്നിരിക്കുകയാണ്. അത് ആ കാണുന്നതാണ് കൈതത്തോട്ടം. നമ്മുടെ വീഡിയോഗ്രാഫറെ മറ്റേ ജിഷ്ണു തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ രണ്ടുപേരും കൂടെ വന്നത്. ഇവിടെ കല്ലുകൾ കാണാം. ഈ നടന്ന് ഇതിന് വഴിയാണ് കയറുന്നതെന്ന് തോന്നും. നിങ്ങൾ കയറി നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. കല്ലുകൾ ഈ വഴിയാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ ഇത് കണ്ടായിരുന്നു. അത് വെച്ചിട്ടൊക്കെ നമുക്കൊരു ഐഡിയ വെച്ച് ചുമ്മാ കയറി പോവാം. അത്യാവശ്യം ഏതോ ഒരു വ്യൂ പോയിന്റിൽ എത്തുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു പഴയ വീടൊക്കെ ഇങ്ങനെ ആരും ഇല്ലാത്ത വീട് കിടക്കുന്നുണ്ട്. അവിടെ താമസക്കാരുണ്ടായിരുന്നു. ബാത്റൂമൊക്കെ കാണാം കുറച്ച്. നമ്മളൊരു വ്യൂ പോയിന്റ് എത്തിക്കുകയാണ് ഗൈസ്. ഇതാണ് സംഭവം. നമ്മളെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മളെ നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ നട്ടുച്ചയ്ക്കാണ് വന്നത്. പക്ഷേ രാവിലെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫോട്ടോസിലൊക്കെ കണ്ടായിരുന്നു. നമ്മളിതുവരെ വരാത്തതുകൊണ്ട് നമ്മളൊരു സമയം ചുമ്മാ ഇരുന്ന സമയത്ത് ചുമ്മാ ഇറങ്ങിയത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്ന സംഭവമാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഉള്ള വിഷ്വൽസാണ് കാണുന്നത്. അതായത് സ്ഥലം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കുഞ്ചാറ്റുപേട്ട ഭാഗവും പാലഭാഗമൊക്കെ ആയിരിക്കണം. അപ്പുറത്തെ സൈഡ് ഇരുവേഴക്കൊണ്ട കാണാമായിരുന്നു. പക്ഷെ അവിടെ മലയിൽ നമുക്ക് പോകാൻ അറിയത്തില്ല. പക്ഷെ വെള്ളമൊക്കെ വന്നു, ചതുവെള്ളമാണ്. പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൊത്തം കരിഞ്ഞ് പരിപാടി. കാട് പോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര വെയിലാണെങ്കിൽ നമുക്ക് കയറി ആ ചൂടത്ത് കയറി ഇരിക്കാൻ പറ്റും സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കയറി നല്ല പോകാം. പാർക്കലുകളൊക്കെ ഉണ്ട് കേട്ടോ. പള്ളി പോലത്തെ സാധനം ഇത് കേട്ടോ. ഇതൊക്കെ വലിഞ്ഞ് അടിച്ച് ചാടി പറഞ്ഞ് കാട് ആംബിയൻസാണ് മൊത്തം. നമുക്ക് വന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ
മനസ്സിലാകത്തുള്ളൂ. ഇതുണ്ടോ ഈ വിഷ്വൽസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അടിപൊളി ആംബിയൻസാണ്. നമുക്കിത് ഈ പാർക്കെല്ലാം ഇരിക്കുക അത്യാവശ്യം. അവിടെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഈ പാണ്ഡവർ വന്ന ഈ ഏരിയ ഈ കയ്യൂർമല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറ്റേ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ അമ്പലത്തെക്കുറിച്ച് പറയുന്നില്ല, അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ഭരണങ്ങാനം ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇതിൽപ്പെട്ട ഏരിയയാണ്. അപ്പോൾ നമ്മൾ പാലായിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലുകാവ് റൂട്ടിലാണ് വന്നത്. കൊല്ലപ്പള്ളി വന്നിട്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് കുറുമണ്ണ് നിന്ന് വരുമ്പോൾ പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് വരുമ്പോഴത്തേക്കും നമ്മൾ ലൊക്കേഷൻ നേരത്തെ തീർന്നു പോകും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ ഒരു ചേട്ടനാണ് പറഞ്ഞത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ടെന്ന് ഓഫ് റോഡിങ്, അതിലേക്ക് കയറി പോകുന്നതായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ചെറിയ ഡൗട്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നിട്ട് പിന്നെ ലോക്കൽ കുറച്ച് ചേട്ടന്മാരോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞ് ഇതിലെ അങ്ങ് കയറി പോകാം. നമ്മൾ കയറി വന്ന് താഴെ മുമ്പ് കാണിച്ച പോലെ ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്ന് കയറി വരുമായിരുന്നു. വരാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നത്. നിങ്ങൾ മറ്റേ വൈകുന്നേരവും രാവിലെയൊക്കെ വരുന്നതായിരിക്കും അടിപൊളി. നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞൊക്കെ മൂടിക്കിടന്ന് അങ്ങനെ ഒരു വിഷ്വൽസൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ വൈകുന്നേരം സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ല രസമായിരിക്കും, രാവിലത്തെ സൂര്യോദയം കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു മൂടാട്ടോ. നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇവിടുത്തെ വെയിലറിയത്തില്ല. ഇപ്പോഴത്തെ കാര്യം അറിയാമല്ലോ, കോട്ടയത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അതൊന്നും അറിയുന്നുമില്ല. അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള ഏരിയ കേട്ടോ. പിന്നെ നമ്മൾ വേറെ വിഷ്വൽസ് കാണിച്ചു തരാം. താഴോട്ട് നോക്കുമ്പോഴത്തേക്കും കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. കുറച്ച് താഴോട്ട് പോകാം. ഈ മലയുടെ ഇവിടെ താഴോട്ട് പോയ പള്ളികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുറച്ച് ദൂരെ നമ്മൾ കാണിച്ചു തരാം. അവിടെ ഒരു പള്ളിയുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ അവിടെ എന്തോ കൃഷി കാര്യങ്ങളുണ്ട്. താഴെ വീടും മറ്റും കാണാം. കുറച്ച് കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തം ഇങ്ങനെ പുല്ലൊക്കെ കഴിയുക. പക്ഷേ അത് കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ. പാറയുടെ കഴിയുക വൈകുന്നേരം വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. മൊത്തം പുല്ല. ഇതാ ഞാൻ പറഞ്ഞ മരങ്ങൾ, കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഈ നേരത്തെ ഇത് ഇവിടെയൊക്കെ കാണാമായിരുന്നായിരിക്കാം. കാടിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനത്തെ മരങ്ങളൊക്കെ അതായത് താഴോട്ടൊക്കെ നിൽക്കുന്നു. ഭയങ്കര രസമായിരിക്കും. ഇതാണ് ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു വേറെ കാഴ്ചയാണ്. ഒരു കുറ്റിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ സംഭവം നമുക്കറിയത്തില്ല. ഇനി ഇത്ര നിരപ്പിൽ നിന്ന് മേളിലുള്ളതാണെന്നാണോ സാറോ വേറെ എന്തെങ്കിലുമാണോ, അത് വെള്ളത്തിൻ്റെ സെറ്റപ്പാണോ എന്നാന്ന് അറിയത്തില്ല. ഇത് അറിയാവുന്നവരത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാ സംഭവം നമുക്കറിയത്തില്ല. വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്നാ സംഭവം അറിയത്തില്ല. കേട്ടോ ഇത് കാട്ടിലുള്ള കയ്യമുള്ളും ഉണ്ട് കേട്ടോ. ഇതൊരു കായൊക്കെയാണ്. കഴിക്കുന്നതാണോ വിഷയമൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, സെറ്റാണ്. അപ്പോൾ നമുക്ക് കാരോട്ട് മേല് വരെ പോയി നോക്കാം. ഈ കാണുന്നുണ്ടോ, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് മറ്റേ ഇല്ലിക്കലിൻ്റെ ഭാഗമൊക്കെയാണ്. ഇത് ഇലവിഴാപ്പുഞ്ചിറ എന്നാണ് അറിയപ്പെട്ടത്. ഈ ഇലവിഴാപ്പുഞ്ചിറയുടെ ഭാഗങ്ങളാണ്. മലയും കുന്നുനേരങ്ങളൊക്കെ കാണാം. ഇവിടെ കുരിശുപള്ളിയൊക്കെ കാണാം. 2 കുരിശുണ്ട്. എല്ലാം നിങ്ങൾ ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറച്ചപ്പുറം ഒരു പള്ളി കാണാം. പിന്നെ ഇത് 2-3 പള്ളി താഴെയൊക്കെ ഉണ്ട്. പിന്നെ പൂളാന്ന് തോന്നുന്നു അപ്പുറത്ത് പറഞ്ഞ കാണാം. ഇപ്പുറത്തോട്ട് തോന്നുന്നു വലിയ മലയാണ് അപ്പുറത്ത്, അതിൻ്റെ സൈഡാണ്. പിന്നെ കോലാരി ഹില്ല് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. അതായത് നിങ്ങൾ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.
വീട്ടിൽ ഇവിടം വരെ എത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഒരു രക്ഷയില്ല. നമുക്ക് കുറച്ച് നാരങ്ങാവെള്ളം കുടിച്ചാൽ കൊള്ളാവുന്ന അവസ്ഥയായി. നാരങ്ങാവെള്ളമല്ല, നല്ല വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ട് എന്തും തിന്നുന്ന അവസ്ഥ അത്ര മടുത്തു. പക്ഷെ അടിപൊളിയാട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ചക്കയൊക്കെ കിടപ്പുണ്ട്. ചക്കയൊക്കെ ചക്കപ്പഴമൊക്കെ തിന്നാൻ തോന്നുന്നു. ഇമാതിരി വിഷമം. അപ്പം ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇതാർക്കെങ്കിലും അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പം ചായത്തിൽ നിങ്ങൾ വീഡിയോകൾ ഇനി കാണാത്തതുണ്ടെങ്കിൽ താഴെ നമ്മൾ താഴത്തെ ലിങ്കിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചാനലിൻ്റെ അകത്ത് കയറിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.